നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹുലിയൻ അൽവാരസിൻ്റെ പരിക്കാണിപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും അർജൻറ്റീനയുടെയും ആരാധകർക്ക് ഒരു ആശങ്കയായി നിൽക്കുന്നത്. ഇന്നലെ കളിയുടെ 78ാമത്തെ മിനിറ്റിലാണ് ഹുലിയൻ അൽവാരസിനെ പിൻവലിച്ച് ബൈനയെ കളിക്കളത്തിലേക്ക് വിടുന്നത്. ഡിയേഗോ സിമിയോണി അദ്ദേഹത്തിൻ്റെ ആംഗിളിന് പരിക്കുണ്ടായി. കളി 1-1 സമനിലയാണ്. ഹുലിയൻ അൽവാരസാണ് അത്ലറ്റിക്കോയുടെ ഗോൾ കണ്ടെത്തിയത്, സമനില ഗോൾ കണ്ടെത്തിയത്. എന്തായാലും എന്താണ് പരിക്കിൻ്റെ വിവരങ്ങൾ എന്ന് ഇപ്പോൾ ഗാസ്റ്റ് നെഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസ്റ്റ് നെഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഹുലിയൻ അൽവാരസിൻ്റെ ആംഗിൾ ട്വിസ്റ്റായി, എന്നിട്ട് അദ്ദേഹത്തിന് ആ ഒരു മൊമെൻറ്റിൽ വേദന അനുഭവപ്പെട്ടതുകൊണ്ടാണ് കളിക്കളം വിട്ടത്. പരിക്ക് പറ്റിയിട്ട് തന്നെയാണ് കളിക്കളം വിട്ടത്. പക്ഷേ അത് അത്ര മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സീരിയസ് ഇഷ്യൂസ് ഇല്ല എന്നാണ് ഗാസ്റ്റ് നെഡൂലിൻ്റെ റിപ്പോർട്ട്. അതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരം. ആദ്യ സൂചനകൾ അതാണ്. കൂടാതെ കളിക്ക് ശേഷം അതായത് നമ്മുടെ ഡിയേഗോ സിമിയോണി ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് താരത്തിൻ്റെ പരിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, തീർച്ചയായിട്ടും ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ഒരു ടെസ്റ്റിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു ടെസ്റ്റ് നടത്തും, അതിലൂടെയാണ് നമുക്കത് എത്രത്തോളം ഇഷ്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഞാൻ കരുതുന്നത് വലിയ ഇഷ്യൂസ് ഇല്ല, ഒപ്റ്റിമിസ്റ്റിക്കാണ് ഞാൻ എന്നാണ് ഡിയേഗോ സിമിയോണി പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസമാണ്, സീരിയസ് അല്ല എന്നൊരു ഫീലാണ് അദ്ദേഹത്തിനുള്ളത്. എങ്കിലും കാര്യങ്ങളൊന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിന് വിധേയനാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ വേൾഡ് കപ്പ് എടുക്കുമ്പോഴേ പല താരങ്ങൾക്കും ഇങ്ങനെ പരിക്ക് വരുന്നത് കൊണ്ട് തന്നെ ആരാധകർക്ക് ആശങ്കയുണ്ട്. അപ്പോൾ ടെസ്റ്റിന് റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായിട്ടുള്ള വിവരം സീരിയസ് അല്ല ഇഷ്യൂ എന്നാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.